കർത്താവിന് സ്തോത്രം. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വെളിപ്പാട് പുസ്തക പഠനവുമായി അല്പാസമയം വെളിപ്പാട് പുസ്തകം പങ്കുവെക്കുവാൻ ലഭിച്ച അവസരത്തിനായി കർത്താവിനെ വാഴ്ത്തു. കഴിഞ്ഞ 53 ഭാഗങ്ങളായി വെളിപ്പാട് പുസ്തകം 11 അധ്യായം അതിന്റെ 1 വാക്യം വരെ പഠനം നടത്തുവാൻ കഴിയും. ഇന്ന് വെളിപ്പാട് പുസ്തകം 11 അധ്യായം അതിന്റെ 2 വാക്യത്തിൽ നിന്നോ അവിടെ അളക്കാതെ വിടുന്ന പ്രാകാരവും വിശുദ്ധ നഗരവും, ഹോളി സിറ്റി. ഈ ഹോളി സിറ്റി എന്ന് പറയുന്നത് ആലയത്തെയും യാഗപീഠത്തെയും നമസ്കരിക്കുന്നവരെയും വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടിക്കളയും. ആ വിശുദ്ധ നഗരത്തെ കുറിച്ച് തുടങ്ങാം. വിശുദ്ധ തിരുവചനം പഠിക്കുമ്പോൾ ഒരു പട്ടണത്തെ മാത്രമേ വിശുദ്ധ നഗരമായി രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അത് യെരുശലേമാണ്. നെഹമ്യ പ്രവചനത്തിൽ നിന്ന്, ശിയ പ്രവചനത്തിൽ നിന്ന്, ദാനിയേൽ പ്രവചനത്തിൽ നിന്ന്, മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നൊക്കെ നമുക്ക് അതിനാധാരമായി വേദഭാഗങ്ങളെ ഉദ്ധരിക്കുവാനായി കഴിയും. ഇനി ചില ഭാഗങ്ങളിൽ വിശുദ്ധ നഗരം എന്ന് പറയുന്നത് പുതിയ ഭൂമിയിലേക്ക്, ബുധുവാന ഭൂമിയിൽ വരുന്ന ന്യൂ ജെറുസലം, പുതിയ യെരുശലേമിനെയും വിശുദ്ധ നഗരമെന്ന് വെളിപ്പാട് പുസ്തകം 21 അധ്യായം 2 വാക്യത്തിൽ, 22 അധ്യായം 19 വാക്യത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ വിശുദ്ധ നഗരം എന്ന് പറയുന്നത് അത് ഇസ്രായേലിലുള്ള യെരുശലേമാണ്. ഇസ്രായേലിന്റെ ഭരണസിരാകേന്ദ്രമായ ക്യാപിറ്റലായ തലസ്ഥാനമായ യെരുശലേമാണ്. അവിടെ നാം വായിക്കുമ്പോൾ 42 മാസക്കാലം അതിനെ ചവിട്ടിക്കളയും എന്നെഴുതി. ദാനിയേൽ പ്രവചനം 11 അധ്യായത്തിലേക്ക് വരുമ്പോൾ treading underfoot, ചവിട്ടിക്കളയുക, കാൽപാദം കൊണ്ട് ഒരു സ്ഥലത്തെ ചവിട്ടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ സ്ഥലത്തിന്മേൽ അധികാരം ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ആ സ്ഥലത്തെ നശിപ്പിക്കുക എന്നാണ് അർത്ഥം. യെശയ്യാ 63:18 നിന്റെ വിശുദ്ധ ജനത്തിന് അല്പകാലത്തേക്ക് മാത്രം കൈവശമായ ശേഷം നിന്റെ വിശുദ്ധ മന്ദിരത്തെ ഞങ്ങളുടെ വൈരികൾ ചവിട്ടിക്കളഞ്ഞു. അവൻ യെരുശലേം ദേവാലയത്തെ നശിപ്പിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ചവിട്ടിക്കളയുക എന്ന് പറഞ്ഞാൽ ഇല്ലായ്മ ചെയ്യുക, അതല്ലെങ്കിൽ ആ പട്ടണത്തിന്മേൽ അധികാരമുണ്ടായിരിക്കും. ഇവിടെ രണ്ടർത്ഥമുണ്ട്. പട്ടണത്തെ നശിപ്പിച്ചു കളയുക. വിശുദ്ധ തിരുവചന പ്രകാരം അന്ത്യകാലത്തിൽ രൂപം കൊള്ളുവാൻ പോകുന്ന അന്ത്യകാല രാഷ്ട്രം വിശുദ്ധ നഗരത്തിന് മേൽ അധികാരം നടപ്പാക്കും. ഈ നഗരത്തെ വിശുദ്ധ നഗരം എന്ന് വിളിക്കുവാനുള്ള കാരണം ആ പട്ടണത്തെ ദൈവം വേർതിരിച്ചത് കൊണ്ടാണ്. ജെറുസലം ഈസ് ഹോളി ബിക്കോസ് ഗാഡ് സെപ്പറേറ്റഡ് ഹർ. അതുകൊണ്ടാണ് അതിനെ വിശുദ്ധം എന്ന് വിളിക്കുന്നത്. ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടതിനെ വിശുദ്ധമെന്നാണ് വേദപുസ്തകത്തിൽ വിളിക്കുന്നത്. വേർതിരിക്കപ്പെടാത്തതിനെ സാധാരണം എന്ന് വിളിക്കും. വിശുദ്ധവും സാധാരണവും കോമൺ, അതാണ് വിശുദ്ധം എന്നതിന്റെ വിപരീത പദം സാധാരണം. അപ്പൊ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടത് വിശുദ്ധവും വേർതിരിക്കപ്പെടാതെ സാധാരണവുമാണ്.
അപ്പം യെരുശലേമിനെ ദൈവം എന്ത് ചെയ്തു? He said, God promised. യെശയ്യാപ്രവചനം 62:7 ഇങ്ങനെ പറഞ്ഞു, അവൻ യെരുശലേമിലെ യഥാസ്ഥാനത്താകുവോളം, ഭൂമിയിൽ അതിനെ പ്രശംസാ വിഷയമാക്കുവോളം അവന് സ്വസ്ഥത കൊടുക്കരുത്. അപ്പം ഭൂമിയിൽ യെരുശലേമിന് സ്വസ്ഥത ഉണ്ടാകുന്ന കാലം വരെ അവന് സ്വസ്ഥത ഉണ്ടാകയില്ല എന്ന് എഴുതിയിട്ടുണ്ട്. The nation, എന്നാൽ ഇസ്രായേലിന്റെ മേൽ ദൈവിക പദ്ധതിയെ ലോകരാഷ്ട്രങ്ങൾ അംഗീകരിക്കുന്നില്ല. They do not acknowledge the special purpose that God has over the land of Israel and even to Jerusalem. ജെറുസലേമിന് മേലുള്ള ദൈവിക അധികാരത്തെ, ദൈവിക അവകാശത്തെ അവർ എന്ത് ചെയ്യുന്നില്ല? അംഗീകരിക്കുന്നില്ല. അത് നമുക്ക് ലോകരാഷ്ട്രങ്ങളുടെ ഇടപാടുകളിൽ നിന്ന്, ഇസ്രായേലിന്റെ ആവിർഭാവം മുതൽ അവരുടെ ഇടപാടുകൾ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. മഹോദ്രവ കാലത്തിങ്കൽ ദാനിയേൽ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 70-ാം ആഴ്ചവട്ടത്തിന്റെ അവസാന ആഴ്ചവട്ടത്തിങ്കൽ യെരുശലേം നശിപ്പിക്കപ്പെടുകയും അവിടുന്ന് ജനങ്ങൾ, ഇസ്രായേല്യർ രാജ്യത്തിന്റെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോവുകയും ചെയ്യും. എന്നാൽ ആ ജാതികൾ ആ പട്ടണത്തെ ചവിട്ടിക്കളയുന്നതിന് സമാപനം കുറിക്കുന്നത് ജാതികളുടെ കാലം കഴിയുമ്പോഴാണ്. When the time of the Gentile is over. യെരുശലേമിന് മേലുള്ള ജാതികളുടെ അവകാശവും ഇല്ലാതെയാണ്. അതാണ് അവിടുത്തെ പ്രധാന വിഷയം. ജാതികളുടെ കാലം തികയുവോളം ജാതികൾ അതിനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. ജാതികളുടെ കാലം തികയുമ്പോൾ യെരുശലേമിന്റെ കർത്തൃത്വം പെർമനന്റലി, എന്നേക്കുമായി ഇസ്രായേലിന് ലഭിക്കും, യഹൂദന്മാർക്ക് ലഭിക്കും. ദൈവം പ്രത്യേകിച്ചും ഇസ്രായേലിനെ മഹോദ്രവത്തിന്റെ 2-ാം പാദത്തിങ്കൽ കഠിനമായി ഉപദ്രവിക്കുവാനും അനന്തരമായി അവളെ ഉപദ്രവിച്ച് ന്യായം വിധിക്കുകയും ചെയ്യേണ്ടതിന് പദ്ധതി ക്രമീകരിച്ചിട്ടുണ്ട്. God permits dominion over the land of Israel in the second half of tribulation. In the first half of tribulation, 42 മാസക്കാലം പൊതുവെ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അവൻ പലരുമായി ഉടമ്പടി അഭയം ചെയ്യുന്നതുകൊണ്ട്, വരുവാനുള്ള എതിർക്രിസ്തു പലരുമായി ഉടമ്പടി ഉണ്ടാക്കുന്നത് കൊണ്ട് ആരംഭ കാലഘട്ടത്തിങ്കൽ സമാധാനപരമായി പൊതുവെ അവർ ജീവിക്കും. എന്നാൽ സെക്കൻഡ് ഹാഫ് ഇസ് ഗോയിങ് ടു ബി വെരി ഡിഫറെന്റ്, വളരെ വ്യത്യസ്തം. ഇസ്രായേലിനെ പീഡിപ്പിക്കുന്ന ജാതികളെ ദൈവം മഹോദ്രവത്തിന്റെ അവസാനത്തിൽ എന്ത് ചെയ്യും? ന്യായം വിധിക്കും. That's a plan of God. 42 മാസക്കാലം അവരവിടെ ചെയ്യും. For 42 months, 42 മാസക്കാലമാണ്. അത് ദാനിയേൽ പ്രവചനം 9-24 വാക്യത്തിൽ വായിക്കുന്നത് ഫുൾഫിൽമെന്റ് ഓഫ് ദി 70 weeks ഓഫ് ദാനിയേൽ. 70 ആഴ്ചവട്ടം നിശ്ചയിച്ചിരുന്നു. അതിന്റെ 69 ആഴ്ചവട്ടക്കാലം കഴിഞ്ഞു. 70-ാമത്തെ ആഴ്ചവട്ടമാണ് ശേഷിക്കുന്നത്. അതിന്റെ 70-ാം ആഴ്ചവട്ടത്തിന്റെ 2-ാമത്തെ ഭാഗമാണ് 42 മാസം അഥവാ 1260 days എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന കാലഘട്ടം. ഈ വിശുദ്ധ നഗരത്തെ ചവിട്ടുന്നത് ശത്രുക്കൾ അല്ലെങ്കിൽ ജാതികൾ ചവിട്ടുന്ന 42 മാസക്കാലം. അത് ദാനിയേൽ പ്രവചനത്തിലെ 70 ആഴ്ചവട്ടത്തിലെ അവസാനത്തെ ആഴ്ചവട്ടത്തിന്റെ പകുതി സമയമാണ്. അടുത്ത ക്വസ്റ്റ്യൻ അതാണ് ചോദിക്കുന്നത്, വിച്ച് ഹാഫ്, ഫസ്റ്റ് ഹാഫ് ഓർ സെക്കൻഡ് ഹാഫ്? ആദ്യത്തെ 3.5 വർഷക്കാലമാണോ,
അതോ രണ്ടാമത്തെ 3.5 വർഷക്കാലം? ആദ്യത്തെ 42 മാസമാണ്, അതോ രണ്ടാമത്തെ 42 മാസമാണ്? ഈ ദേശത്ത് ജാതികൾ അവിടെ പട്ടണത്തെ ചവിട്ടിക്കളയും. Other parts, outer courts, when the courts were allowed to worship in the temple and sacrifice on the altar. Okay. ആദ്യത്തെ ഹാഫിലാണ് ചവിട്ടിക്കളയുന്നതെങ്കിൽ അവർക്ക് അവിടെ ആരാധനാ സ്വാതന്ത്ര്യമൊന്നും ഉണ്ടാകില്ല. ഓക്കെ, ഇത് പറയുന്നത് ഹാഫ് ഓഫ് ദ ഫൈനൽ വീക്ക് ബിഫോർ ദ സാക്രിഫൈസസ് ഈസ് ബ്രോട്ട് ടു ആൻ എൻഡ്. യാഗം നിർത്തുന്ന സമയത്തിന് മുൻപുള്ള കാലഘട്ടമാണ് ഈ 42 മാസക്കാലം അവർ ചവിട്ടിക്കളയുന്നത്. ആ കാലഘട്ടത്തിലാണ് 2 സാക്ഷികളും ശുശ്രൂഷിക്കുന്നത്. 11-ാം അധ്യായം 3-ാം വാക്യത്തിൽ അവരെ എന്ത് ചെയ്യും? ഓവർകം ബൈ ദ ബീസ്റ്റ്, മൃഗം തോൽപ്പിക്കും ഈ 2 സാക്ഷികൾ. അപ്പം if the trading is taken to follow the possession of the outer court by the Gentiles, then the second half would be, okay, after the Antichrist violate the covenant, എതിർക്രിസ്തു ഉടമ്പടി ലംഘിച്ച് ദേവാലയത്തിൽ അബോമിനേഷൻ ഓഫ് ഡെസലേഷൻ കർത്താവ് പറയുന്ന മത്തായിയുടെ സുവിശേഷത്തിൽ 24:15 പറയുന്നത് സ്ഥാപിച്ചതിന് ശേഷമാണെങ്കിൽ the Antichrist exert global authority in that time, and the believing Jews will flee to the wilderness where they are protected by God. എതിർക്രിസ്തു ഇസ്രായേലിന്റെ മേൽ പൂർണ്ണ ആധിപത്യം സ്ഥാപിക്കുമ്പോൾ ഇസ്രായേൽ പീഡിപ്പിക്കപ്പെടും. ആ സമയത്ത് അവിടെ ആരാധന സ്വാതന്ത്ര്യം ഉണ്ടാകെ. ആ സമയമല്ല, ആ സമയം തുടങ്ങുമ്പോഴാണ് ഇസ്രായേൽ ജനം അല്ലെങ്കിൽ അവന് അധികാരം ലഭിക്കുന്നത് അവിടെ ചവിട്ടുക. ഓക്കെ, അതുകൊണ്ട് 42 മാസക്കാലം അവസാനിക്കുന്നത് ജാതികളുടെ കാലഘട്ടം സമാപിക്കുമ്പോഴാണെന്ന് മനസ്സിലാക്കുവാനായി കഴിയും. അതാണ് ജാതികളുടെ കാലം അവസാനിക്കുമ്പോൾ മശിഹ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുകയും അവൻ മില്ലേനിയൽ കിങ്ഡം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ദൈവത്തിന്റെ ദാസൻ യിരെമ്യാവ് തന്റെ പ്രവചനത്തിൽ 30-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളിൽ he prophesied the restoration of Israel, that it would follow the times of Jacob trouble. യാക്കോബിന്റെ കഷ്ടകാലത്തിനോട് തുടർന്നാണ് യാക്കോബിന് രാജ്യം സ്ഥാപിച്ചു കൊടുക്കുന്നത്, അഥവാ ഇസ്രായേലിന്റെ യഥാസ്ഥാനം. The trouble, that is the great tribulation എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. 42 മാസക്കാലം. ഇനി അടുത്ത് പറഞ്ഞ 2 സാക്ഷികളും അവരുടെ ഉയർത്തെഴുന്നേൽപ്പുമാണ്. 2 സാക്ഷികളും അവരുടെ പ്രവർത്തനവും അവരുടെ മരണവും അവരുടെ ഉയർത്തെഴുന്നേൽപ്പ്. അന്ന് ഞാൻ 2 സാക്ഷികൾക്ക് വരുന്നത് 3-ാം വാക്യം. അവർ രട്ടുടുത്തുകൊണ്ട് 1260 ദിവസം പ്രവചിക്കും. അവർ ഭൂമിയുടെ കർത്താവിന്റെ സന്നിധിക്ക് 2 ഒലിവ് വൃക്ഷവും 2 നിലവിളക്കും ആകുന്നു. My 2 witnesses. ഈ സാക്ഷികൾ ആരാണ്? എന്റെ 2 സാക്ഷികൾ. ഇവിടെ സ്പീക്കർ, ഈ സംസാരിക്കുന്നയാൾ, യോഹന്നാന് വിവരങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നയാൾ, അദ്ദേഹത്തെ വിളിക്കുക my witness as being his own. The speaker himself said, the witnesses are mine. അപ്പോൾ ഒരു പക്ഷേ അത് ഒന്നുകിൽ the angel is commissioned to reveal the truth to John, call himself, take the word in first person as of God.
ഓർ ഒന്നുകിൽ യോഹന്നാന് വിവരങ്ങൾ അയക്കപ്പെട്ട ദൂതൻ ദൈവത്തിന് വേണ്ടി അവൻ എന്റെ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ യോഹന്നാൻ ഈ ദർശനം ഇത് കേൾക്കുന്നതോ ദാറ്റ് ഈസ് ഗോഡ് ഡയറക്ട്ലി ഫ്രം ദ ത്രോൺ, സിംഹാസനത്തിൽ നിന്നും യോഹന്നാൻ കേൾക്കുന്നതായിരിക്കും. സിംഹാസനത്തിൽ നിന്ന് കേൾക്കുന്നതാകാൻ സാധ്യതയുണ്ട്. കാരണം എന്റെ എന്ന് ദൂതന്മാർ നേരിട്ട് സംസാരിക്കാറില്ല എന്ന്, അതുകൊണ്ട് അങ്ങനെയാണെന്ന് പറയാം. ഓക്കെ, the two witnesses are രണ്ട് സാക്ഷികളെ അവിടെ കൊടുത്തിരിക്കുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇത് യഹൂദ പശ്ചാത്തലത്തിലാണ് നാം വീണ്ടും കാണുന്നത്. അപ്പം ഏതൊരു കാര്യം നിശ്ചയിക്കേണ്ടതിനും കുറഞ്ഞത് രണ്ട് സാക്ഷികളെങ്കിലും വേണം. മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് സംഖ്യാപുസ്തകം 35:30, ആവർത്തന പുസ്തകം 17:6, 19:5, മത്തായിയുടെ സുവിശേഷം സഭയോടുള്ള ബന്ധത്തിൽ അവിടെ ഡിസിപ്ലിൻ, അതിന് മത്തായിയുടെ സുവിശേഷം 18-16 വാക്യം, 2 Corinthians chapter 13:1, ഇതൊക്കെ നമ്മൾ വായിക്കുന്നു. ഓക്കെ, ഈ സാക്ഷികൾ എന്ന പദത്തിൽ നിന്നാണ്, അതിന്റെ യവന ഭാഷയിൽ നിന്നാണ് രക്തസാക്ഷി മാർട്ടയർ എന്ന വാക്ക് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ രണ്ട് സാക്ഷികളെ ദൈവത്തിന്റെ ആത്മാവ് ശക്തീകരിക്കും. These two witnesses are going to be empowered by the Holy Spirit as the way of the Old Testament saint who were empowered by the Holy Spirit. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിലെ പ്രവാചകന്മാരെയും ദൈവം തെരഞ്ഞെടുത്ത ശുശ്രൂഷകന്മാരെയും ദൈവത്തിന്റെ ആത്മാവ് ശക്തീകരിച്ചതുപോലെ ഈ രണ്ട് സാക്ഷികളെയും ദൈവത്തിന്റെ ആത്മാവ് ശക്തീകരിക്കും. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ രണ്ട് വസ്തുതകളും പഴയ നിയമത്തിലേക്ക്, ഇസ്രായേലിലേക്ക്, ജൂയിഷ്നെസ്സിലേക്ക് നമ്മളെ പോയിന്റ് ചെയ്യാണ് ഈ സംഗതി എന്ന് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, like many of God's witnesses throughout the history, ദൈവജനത്തിന്റെ ചരിത്രത്തിൽ ഈ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ച, വിശ്വസ്തയോടെ പ്രവർത്തിച്ച ദൈവദാസന്മാരെ പോലെ ഈ രണ്ട് ദൈവദാസന്മാരും ദൈവത്തിന് മുൻപാകെ അവരുടെ മരണം വരെ വിശ്വസ്തയോടെ ശുശ്രൂഷ ചെയ്യും. They finish their testimony. They faithfully finish their. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞതുപോലെ പെന്തക്കോസ്ത് നാളിൽ സഭയെ സുവിശേഷ വേലയിൽ ശക്തീകരിക്കേണ്ടതിന്, കർത്താവിന്റെ സാക്ഷിയാകേണ്ടതിന് ദൈവാത്മാവ് ഇറങ്ങി. പഴയ നിയമത്തിലെ ദൈവദാസന്മാർ വ്യക്തിപരമായി ഓരോരുത്തരെയും ദൈവത്തിന്റെ ആത്മാവ് കളക്റ്റീവ്ലി അല്ല. Their ministry was limited. Prophets to king or priesthood. എന്നാൽ പുതിയ നിയമത്തിൽ എല്ലാവരും രാജകീയ പുരോഹിത വർഗമാക്കുകൊണ്ട് എല്ലാ ദൈവജനത്തിനും ഒരു കൃപാവരമെങ്കിലും ഉള്ളത് കൊണ്ട് അത് ശുശ്രൂഷിക്കാൻ ദൈവിക ശക്തി ആവശ്യമാകയാൽ എല്ലാ ദൈവമക്കളിലും ദൈവാത്മാവ് അധിവസിക്കുന്നു, അവരെ അതിന് പ്രാപ്തരാക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ അധിവസിച്ചുകൊണ്ട് നമ്മെ ശക്തീകരിക്കുന്നതിനാൽ വിശ്വസ്തയോട് അവന്റെ സാക്ഷിയാകാം, പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാം. ദൈവം നമ്മെ സഹായിക്കും. ഇനി ഈ രണ്ട് സാക്ഷികളുടെ ഐഡന്റിറ്റിയാണ്. ഈ സാക്ഷികളെ കുറിച്ച് മെനി ഒപ്പീനിയൻസ് ഉണ്ട്, അനേക ചിന്തകളുണ്ട്. There are many teachings concerning these two witnesses. അതിൽ പലതും ദൈവവചനത്തിന് പുറത്തുള്ളതാണ്, ദൈവവചനം കൊണ്ട് സാധൂതീകരിക്കാൻ കഴിയാത്തതാണ്. ഓക്കെ, അത് ഞാൻ പറയാം. ഒന്ന്, ഈ കാര്യത്തെ ഓവർ സ്പിരിച്വലൈസ് ചെയ്ത്
ഓവർ അലിഗറൈസ് ചെയ്ത് വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാതാക്കളെല്ലാം ഇവരെ സിംബാലിക്കലി എടുക്കുന്നത് കൊണ്ട് അവർ പറയാണ് ഈ രണ്ട് സാക്ഷികൾ സഭയുടെ സുവിശേഷീകരണത്തിന്റെ പ്രതീകമാണ് എന്ന്. That's a symbolic view. രണ്ടാമത്തെ ആളുകൾ പറയുന്നത് സിംബാലിക് എടുക്കും, നോട്ട് ലിറ്ററലി. അവരെടുക്കുന്ന ഇതാണ്, ടെസ്റ്റിമണി ഓഫ് ദ ചർച്ച് ഫ്രം ദ ലോ ആൻഡ് ദ പ്രോഫറ്റ്. പ്രവാചകന്മാരിൽ നിന്നും ന്യായപ്രമാണത്തിൽ നിന്നുമുള്ള ദൈവത്തിന്റെ സഭയുടെ സാക്ഷ്യമാണ് ഈ രണ്ട് സാക്ഷികൾ പ്രതിദാനം ചെയ്യുന്നത് എന്ന്. മൂന്നാമത്തെ ഗ്രൂപ്പ് പറയുന്നത് ഇതാണ്, സിംബാലിക്കലി എടുക്കുന്ന ഗ്രൂപ്പുകളാണ്. ന്യായപ്രമാണം പഴയ നിയമവും പുതിയ നിയമവുമാണ്. ഈ രണ്ട് സാക്ഷികൾ പുതിയ നിയമവും പഴയ നിയമവും. നമ്മുടെ ഇടയിലുണ്ട് പ്രാസംഗികർ. ദാവീദ് എടുത്ത 5 കല്ല്, 4 സുവിശേഷങ്ങളും 1 പ്രസംഗകനും അല്ലെങ്കിൽ ആ സമൂഹവും ആണെന്ന് വ്യാഖ്യാനിക്കാറ്. അപ്പം യാക്കോബ് തന്റെ മക്കളെയും ഭാര്യമാരെയും യാബുക്ക് നദിക്ക് അക്കരെ കടത്തി. അതിനെല്ലാം കൂടെ എണ്ണിയിട്ട് അവർ പറയും, യാക്കോബ് അക്കരെ കടത്തിയത് ജഡത്തിന്റെ പ്രവൃത്തികളെ അക്കരെ വെച്ചിട്ടാണ്, ഇപ്പോഴത്താണ് ദൈവം വന്നപ്പോൾ ദൈവം അനുഗ്രഹിച്ചത്. അങ്ങനെയൊക്കെയുള്ള അലങ്കാരിക വ്യാഖ്യാനങ്ങൾ നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട്. ഹിസ്റ്റോറിക്കൽ ഇവന്റിനെ ഒത്തിരി വലിച്ചു നീട്ടി ദൈവോചനത്തിനോട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിൽ അതിനെ മാറ്റിക്കളയുന്ന ഒരു പ്രവൃത്തി. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നാലാമത്തെ കാര്യം അവർ പറയുന്നത്, ദി വേർഡ് ഓഫ് ഗോഡ് ആൻഡ് സ്പിരിറ്റ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ആത്മാവും ദൈവത്തിന്റെ വചനവുമാണ് എന്ന്. അങ്ങനെ പറയുന്നവരാണ് ഈ 4 ഗ്രൂപ്പുകൾ. അത് ലിറ്ററലി എടുക്കാത്തവരാണ്. സിംബാലിക്കലി ദേ ടേക്ക് ഇറ്റ്. ഇനി ലിറ്ററലി എടുക്കുന്ന ഗ്രൂപ്പുകളുണ്ട്. അവരില് ഒന്നാമത്തെയാണ് ഏലിയാവും മോശയുമായിരിക്കും എന്ന് അഭിപ്രായപ്പെടുന്നവർ. 2 സാക്ഷികൾ ഏലിയാവും മോശയുമായിരിക്കും. 2 ഏലിയാവും ഈനോക്കുമായിരിക്കും, ഹാനോക്കുമായിരിക്കും. 3 ജോഷുവയും സെരുബാബേലുമായിരിക്കും. 4 ഭാവിയിൽ ഉണ്ടാകുന്ന 2 സാക്ഷികൾ ആയിരിക്കും. ഇസ്രായേലിൽ നിന്നുള്ള 2 സാക്ഷികൾ ആയിരിക്കും. ഈ അഭിപ്രായങ്ങളെല്ലാം ഒരുപോലെ ശരിയാകെ, ഇതിലേതെങ്കിലും ഒന്ന് ശരിയാകെ. അതുകൊണ്ട് ഈ സിംബാലിക് റെപ്രസെന്റേഷൻ ഉണ്ടല്ലോ, ഷുഡ് ബി റിജക്റ്റഡ് കംപ്ലീറ്റ്ലി. ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന ആലങ്കാരിക വ്യാഖ്യാതാക്കളുടെ വ്യാഖ്യാനത്തെ അല്ലെങ്കിൽ അവരർത്ഥമാക്കുന്നതിനെ തള്ളിക്കളയണം. ഹാസ് നോ ബേസ് ഇൻ ദ വേർഡ്. ദൈവവചനത്തിൽ അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. സങ്കല്പമാണ്, നിരൂപണമാണ്. അതുകൊണ്ട് അത് തള്ളിക്കളയണം. ഇനി ഈ സാക്ഷികൾ എന്ന് പറയുമ്പോൾ അത് ഒരു കാര്യത്തെ കണ്ടതോ കേട്ടതോ ആയ കാര്യത്തെ മറ്റൊരിടത്ത് പറയുന്നതിനാണ് സാക്ഷിയാകുക എന്ന് പറയും. വിറ്റ്നസ്. യോഹന്നാൻ ഞങ്ങൾ കണ്ടതും തൊട്ടതും ഒക്കെയാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്? സാക്ഷി പറയുന്നത്. അപ്പൊ കർത്താവ് പറഞ്ഞു, ഞാൻ സാക്ഷി, പിതാവിനോട് കേട്ടതാണ് ഞാൻ പറയുന്നത്. ക്രൈസ്റ്റ് ഈസ് ദ വിറ്റ്നസ്. What he witnessed? He witnessed what he heard from the Father. പിതാവിൽ നിന്ന് കേട്ടതാണ് എന്ത് ചെയ്യുന്നത്? അവൻ പ്രസംഗിക്കുന്നത്, ജനത്തെ അറിയിക്കുന്നത്. So he is a witness to the Father. അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതൊരു മനുഷ്യ, ഒരു ഏജന്റ് ആയിരിക്കും. It should be a rational human being, ആ സാക്ഷി എന്ന് പറയുന്നത്. ഇനി വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ വിറ്റ്നസ് ഈസ് ഓൾവേസ് പേഴ്സണൽ, വ്യക്തികളാണ്. നിങ്ങൾ എന്റെ സാക്ഷികളാകും എന്ന് കർത്താവ് പറയുമ്പോൾ ശിഷ്യന്മാരെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു
എന്ന് കർത്താവ് പറയുന്നുണ്ട്. മത്തായി ലൂക്കോസിന്റെ 24:48 കർത്താവ് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അതിന് എംഎസിലേക്ക് യാത്ര ചെയ്യുന്ന ശിഷ്യന്മാരാണ്, സാക്ഷികളാണെന്ന് കർത്താവ് പറയുന്നു. അപ്പം സാക്ഷികളാണ്, വിശ്വസ്ത സാക്ഷികളെ ഏൽപ്പിക്കുവാൻ തിമത്തിയോസിനോട് പൗലോസ് പറയും. അപ്പൊ സാക്ഷികൾ എന്ന് പറഞ്ഞാൽ മനുഷ്യരാണ്, മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തും. രണ്ടാമത്തെ കാര്യം പറയുന്നത് റെവലേഷൻ 11:3 പറയുന്നത് the two witnesses shall prophesy. അവർ എന്ത് ചെയ്യും? അവർ വെട്ടെടുത്തും കൊണ്ട് പ്രവചിക്കും എന്ന് രേഖപ്പെടുത്തി. Prophecy എന്ന് പറയുന്നത് directly involves human beings. പ്രവചനം മനുഷ്യനോടുള്ള പ്രവചനം, അതിന്റെ ഏജന്റ് മനുഷ്യനാണ്. അപ്പൊ മനുഷ്യർ ഇൻവോൾവ് ആണ്. Personal human beings are involved in prophecy. ഇനി ഓവറോൾ മൂന്നാമത്തെ കാര്യം, ഇവർ മനുഷ്യരാണെന്ന് പറയുവാൻ മൂന്നാമത്തെ ഓവറോൾ കോണ്ടെക്സ്റ്റ് ഓഫ് ദിസ് പാസേജ്, ഓവറോൾ ദി എക്സ്പ്ലനേഷൻസ് ഇൻ ദിസ് പാസേജ്. ഈ പാസേജിലെ വിവരണം നാം ശ്രദ്ധിക്കുമ്പോൾ, ഈ രണ്ടു പേരുടെ പ്രവർത്തികളെ നാം വിശകലനം ചെയ്യുമ്പോൾ, 11-ാം അധ്യായം 3 മുതൽ 12 വരെയുള്ള വാക്യം പരിശോധിക്കുമ്പോൾ അവർ മനുഷ്യരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം അവരെന്ത് ചെയ്യുന്നു? they speak, അവർ സംസാരിക്കുന്നു. അവർക്ക് അധികാരം കൊടുത്തു, power to kill their enemy, ശത്രുക്കളെ കൊല്ലുവാനുള്ള അവകാശം ലഭിച്ചു. they heard, handled and hated, അവർ കൈകാര്യം ചെയ്തു, കേട്ടു, അവരെന്ത് ചെയ്തു? വെറുക്കുകയും ചെയ്തു. ഓക്കെ, അവർക്ക് they have mouth, ears and feet. അവർക്ക് വായുണ്ട്, ചെവിയുണ്ട്, കാലുണ്ട്. wear sackcloth, അവർ രട്ടുടുത്തിരിക്കുന്നു. ഓക്കെ, അവർ മാറ്റം രക്തസാക്ഷികളായി അവരുടെ ശരീരം bodies were seen, അത് കാണുകയും ചെയ്തു. അപ്പം ഈ കാരണങ്ങളൊക്കെ നമ്മെ വെളിപ്പെടുത്തുന്നത് ഇവർ മനുഷ്യരാണ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഭാഗത്തെ something that we have to stretch into something, then we have to interpret to make it something that is not human beings. മനുഷ്യരല്ല എന്ന് വരുത്തി തീർക്കുവാൻ ഇത്രയും വസ്തുതകളെ വ്യക്തമായി രേഖപ്പെടുത്തിയിരുന്ന വസ്തുതകളെ നിരാകരിച്ചുകൊണ്ട് നാം അതിനെ വലിച്ചു നീട്ടേണ്ടി വരും. അങ്ങനെ വലിച്ചു നീട്ടിയാൽ ആ വേദപുസ്തകം, അത് നമുക്ക് വേദപുസ്തകം ഗ്രഹിക്കാൻ കഴിയാതെ വരും. അത് നമ്മൾ ചെയ്യാൻ ഇടയാകും. വിശുദ്ധ തിരുവചനം നാം ഗ്രഹിക്കേണ്ടതിന്, പഠിക്കേണ്ടതിനാണ് നൽകിയിരിക്കുന്നത്. അതിലെ വിഷയങ്ങൾ ഓരോന്നും നാം ഗ്രഹിക്കണം എന്ന് ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അതിനെ വല്ലാണ്ട് വ്യാഖ്യാനിച്ച് അതിന്റെ ശക്തിയെ കെടുത്തിക്കളഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ കാലത്തെ ശാസ്ത്രിമാരെ പോലെയാകും. അതുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആദ്യത്തെ അഭിപ്രായത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഒന്ന്, അവർ മോശയും ഏലിയാവും ആണെന്ന് പറയുന്നു. അതിനുള്ള കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കാം. അവർ ചെയ്ത അത്ഭുതങ്ങളുടെ സാമ്യതകൾ. ഈ രണ്ട് സാക്ഷികളും ചെയ്യുവാൻ പോകുന്ന അത്ഭുതങ്ങൾ, പ്രവൃത്തികൾക്ക് മോശയും ഏലിയാവും ചെയ്ത പ്രവൃത്തികളോട് സാമ്യമുണ്ട്. Elijah commanding fire to devour his enemies. ശത്രുക്കളെ നശിപ്പിക്കേണ്ടതിന് ആകാശത്തുനിന്ന് തീയിറക്കി. മഴ പെയ്യാതിരിക്കേണ്ടതിന് ആകാശത്തെ അടച്ചു കളഞ്ഞു. ഇത് രണ്ടും ഏലിയാവ് ചെയ്തതാണ്. മോശ turned the blood, water into blood, വെള്ളത്തെ രക്തമാക്കി തീർന്നു. അതുപോലെ തന്നെ ഭൂമിയെ പലവിധ ബാധകളാൽ ബാധിച്ചു. അപ്പൊ ഇവിടെ ഈ വസ്തുതകൾ രേഖപ്പെടുത്തി. അതുകൊണ്ട് അവര് മോശയും ഏലിയാവുമാണെന്ന് പറയും. എന്നാൽ ദിസ് മിറക്കിൾ ആർഗ്യുമെന്റ്,
ഈ മിറക്കൽ കാര്യമുണ്ടല്ലോ ഫോർഗിൻറ്റ് ചെയ്യുന്ന, to substantiate these two witnesses are Moses and Elijah are very weak. അതിനൊരു കാരണം മിറക്കിൾസ് എന്ന് പറയുന്നത് വ്യക്തികളുടെ പെർഫോമൻസ് അല്ല. It is not the performance of the people, but it is the act of the Holy Spirit. Therefore, അവിടെ ദൈവം ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്ക് വലിയ പ്രസക്തിയില്ല. ദൈവം അത്ഭുതം ചെയ്യുവാൻ ഒരുവനെ കൊണ്ട് അത്ഭുതം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ ആത്മാവിനാണ് ചെയ്യുന്നത്. കർത്താവ് യേശുക്രിസ്തു ദൈവത്തിന്റെ ആത്മാവിനാൽ അവൻ അത്ഭുതങ്ങൾ ചെയ്തതുപോലെ ദൈവത്തിന്റെ ആത്മാവിനെ ശക്തീകരിക്കപ്പെട്ട അവന്റെ ശിഷ്യന്മാർ അത് ചെയ്തു. അതുപോലെ ഇന്നത്തെ ദൈവജനത്തിനും ദൈവം ശക്തീകരിക്കുന്നു, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം അത്ഭുതങ്ങൾ പ്രവർത്തിക്കേണ്ട. ഒരാൾ ഒരു അത്ഭുതം നടത്തി, ഈ കാലത്തിൽ ഒരാൾ മരിച്ച ഒരാളെ ഉയർപ്പിച്ചു എന്നുള്ളത് കൊണ്ട് അദ്ദേഹം യേശുക്രിസ്തു ആകുന്നില്ല. വെള്ളത്തിന്മേൽ നടന്നതുകൊണ്ട് പത്രോസ് ആകുന്നില്ല, അല്ലെങ്കിൽ ക്രിസ്തു ആകുന്നില്ല എന്നുള്ള വസ്തുത നാം ഓർത്തു പോവുകയാണ്. ദൈവവചനത്തിന്റെ ചരിത്രത്തിൽ അനേക ദൈവദാസന്മാരും ദൈവദാസിമാരെയും കൊണ്ട് ദൈവം അത്ഭുതങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. മരിച്ചവരെ അവർ ഉയർപ്പിച്ചിട്ടുണ്ട്. പൗലോസ് മരിച്ചവരെ ഉയർപ്പിച്ചു, അതുകൊണ്ട് പൗലോസ് ക്രിസ്തുവാണ് എന്ന് നമ്മൾ പറയുകയും പത്രോസ് മരിച്ചവരെ ഉയർപ്പിച്ചു, മുടന്തരെ സൗഖ്യമാക്കി. അതൊക്കെ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാണ്. അതുകൊണ്ടാണ് ഈ മിറക്കിൾ എന്ന് പറയുന്നത് സാമ്യത, അത്ഭുതങ്ങളുടെ സാമ്യത ഉള്ളത് കൊണ്ട് അത് രണ്ടുപേരും മോശയും ഏലിയാവുമാണെന്ന് പറയുന്നതിന് വലിയ തെളിവില്ല. സിമിലാരിറ്റീസ് ഉണ്ടാകും മിനിസ്ട്രിയിൽ, ബിക്കോസ് അതുകൊണ്ട് ഒരേ ആളാണ് ചെയ്തതെന്ന് ധരിക്കുന്നത് അജ്ഞതയാണ്, അല്ലെങ്കിൽ ബുദ്ധിഹീനതയാണ് എന്ന് ഓർപ്പിക്കട്ടെ. രണ്ടാമത്തെ കാര്യം, മോശസ് ആൻഡ് ഏലിയാവ് അവരുടെ പുനർജനനം അഥവാ പ്രത്യക്ഷത പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് പോലും. ആവർത്തന പുസ്തകം 18-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള വാക്യത്തിലും, മലാക്കി പ്രവചനം 4-ാം അധ്യായം 4-5 വാക്യത്തിലും അവിടെ ദ എക്സ്പ്രഷൻ ലൈക്ക് മീ, മോശ പറയുന്നത് എക്സ്പ്രഷൻ ലൈക്ക് മീ, അവനെ പോലെ ഒരുവൻ, അത് ഡസ് നോട്ട് ഗിവ് എനി വാറന്റി ടു അസ്യൂം ദ ടു വിറ്റ്നസസ് ആർ മോസസ് ആൻഡ് ഏലിയാവ്. ഏലിയാവും മോശയുമാണ് ഈ രണ്ട് സാക്ഷികളെന്ന് മോശ പറയുന്നത് കൊണ്ട്, മോശ പറയുന്നത് എന്നെ പോലെ ഒരുവൻ. പോലെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാളാണെന്നല്ല, അയാളെ പോലെ എന്നാണ്. നമ്മളെ പോലെ മറ്റൊരാൾ, അതിന്റെ അർത്ഥം നാം ആണെന്നല്ല, സമാനതയുള്ള മറ്റൊരാളെന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പം മോശസ് ആൻഡ് എലൈജ 11-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട് മോശ ഏലിയാവ് വരണം. ക്രൈസ്റ്റ് ലേറ്റർ ഹെഡ് ഏലിയാവ് വന്ന എല്ലാ കാര്യങ്ങളും നേരെയാക്കും എന്ന് പറഞ്ഞതിനെ കുറിച്ച് പരാമർശിക്കുന്നു. എന്നിട്ട് അവൻ പറയുകയാണ്, എന്ത് ചെയ്യുന്നു, ഏലിയാവ് വന്നു, എന്നാൽ അവരാരും അവനെ തിരിച്ചറിഞ്ഞില്ല. അവനോട് എന്ത് ചെയ്തു, അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്തു. ഏലിയ came, but they did not recognize him. Therefore, they did whatever they wanted against him. അവനെതിരെ അങ്ങനെ ചെയ്യുവാനിടയായി. ഓക്കെ, ഒരു വസ്തുത, റീഇൻകാർണേഷൻ ഓഫ് ദ ഡെഡ്, മരിച്ചവരുടെ പുനരവതാരം അല്ലെങ്കിൽ പുനഃപ്രത്യക്ഷത, അല്ലെങ്കിൽ പ്രത്യക്ഷത, അല്ലെങ്കിൽ ആത്മാക്കളുടെ ട്രാൻസ്മൈഗ്രേഷൻ ഓഫ് സോൾ ഫ്രം വൺ ലെവൽ ടു അനദർ ലെവൽ. And spirit is unbiblical. ദൈവവചനത്തിൽ യാതൊരു പരാമർശമുള്ള വസ്തുതയല്ല മരിച്ചവർ അവരുടെ ശരീരം മൺമറഞ്ഞ് മണ്ണിനോട് ലയിച്ചതിന് ശേഷം കാലങ്ങൾക്ക് ശേഷം അവർ അതേ ശരീരത്തിൽ ഉയർത്തുവരും എന്ന ഒരു പഠിപ്പിക്കൽ തിരുവചനത്തിനില്ല.
അത് മാത്രമല്ല, മരിച്ചവർ പിന്നെയും ജനിച്ച് ഏതെങ്കിലും മാതാപിതാക്കളിൽ അല്ലൂടെ സാധാരണ ശിശുക്കൾ, കുട്ടികൾ ജനിക്കുന്ന പോലെ ജനിച്ചു വരും എന്നും ദൈവവചനം പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഈ മോശയും ഏലിയാവുമാണ് വരുന്നത് എന്നുള്ള ലിറ്ററൽ അത് ഡിസ്മിസ് ചെയ്തേ മതിയാകത്തുള്ളൂ. അത് ബൈബിളിലുള്ള ചിന്തയല്ല തള്ളി അതിനെ കൊണ്ടുവരുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ്, മൂന്നാമത്തെ കാരണമാണ്. ഏലിയാവ് മരിച്ചില്ല, അവനെ അഗ്നിമയ രഥങ്ങളിൽ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയതാണ്. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യണം? എബ്രായലേഖനം 9-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ വായിക്കും, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിശ്ചയിച്ചിരിക്കും. അതുകൊണ്ട് ഏലിയാവ് വന്ന് ജീവിച്ചു മരിക്കണം എങ്കിൽ മാത്രമേ ഈ വ്യവസ്ഥ ആബ്സല്യൂട്ട്ലി നിവർത്തിയാകുകയുള്ളൂ എന്ന്. അതുപോലെ തന്നെ മോശയ്ക്ക് ഒരു യഹൂദ പാരമ്പര്യം അനുസരിച്ചുള്ള ഒരു ബറിയൽ ലഭിച്ചില്ല. അതുകൊണ്ട് മോശയ്ക്കും ഇസ്രായേലിന്റെ നാട്ടിൽ യഹൂദ പാരമ്പര്യം അനുസരിച്ചുള്ള ഒരു ബറിയൽ ലഭിക്കേണ്ടതുണ്ട് എന്നവർ അവർ പറയുന്നു. അതുകൊണ്ട് മോശയും ഏലിയാവും ആയിരിക്കും എന്ന്. ഓക്കെ, മോശയെ ദൈവമാണ് എന്ത് ചെയ്തത്? അടക്കിയത്. ഓക്കെ, അതുകൊണ്ട് അവന് വാഗ്ദത്ത ദേശത്ത് ഒരു യഹൂദ പാരമ്പര്യം അനുസരിച്ചുള്ള ഒരു അടക്കൽ അവൻ പ്രതീക്ഷിക്കുന്നു. അത് കൊടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് അവൻ വരണം എന്ന് അവർ പറയും. ഒരു വസ്തുത ഞാൻ പറയട്ടെ. എബ്രായലേഖനം 9:27 പറയുന്ന ഒരിക്കൽ മരണവും എല്ലാ മനുഷ്യർക്കും എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യരും മരിക്കയില്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവെങ്കിൽ ഭൂമിയിൽ ജീവിക്കുന്ന സകല വിശുദ്ധന്മാരും മരണം കൂടാതെ തേജസ്കരിക്കപ്പെടുകയാണ്. അപ്പോൾ മരണം എന്ന അവസ്ഥയിൽ അവിടെ എന്ത് ചെയ്യത്തില്ല? കടന്നു പോകുകയില്ല. അത്ര ആളുകൾ മരിക്കില്ല. അപ്പോൾ അവർ മരിക്കേണ്ടത് ഒരു അബ്സല്യൂട്ട് വ്യവസ്ഥയല്ല. എല്ലാവരും മരിക്കണം എന്നുള്ളത്. അപ്പം എല്ലാവരും മരിക്കുന്നത് എന്ന് പറയുന്നത് ദുഷ്ടന്മാരാണ്. They have to die. കാരണം അവരെല്ലാവരും ഒരേ അവസ്ഥയിൽ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. എന്നാൽ ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ദൈവജനങ്ങളിൽ കുറെ ആൾ അക്ഷരിക ശരീരത്തിൽ ഭൂമിയിൽ ഉണ്ടാകും. അതുകൊണ്ട് അവിടെ മരിക്കേണ്ട ആവശ്യമില്ല. തേജസ്കരിക്കപ്പെടുന്ന ദൈവമക്കൾ കർത്താവിന്റെ മണവാട്ടിയാണ്. മരിച്ച വിശുദ്ധന്മാർ രൂപാന്തരപ്പെടുകയും. അപ്പൊ ഈ രൂപാന്തരപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്ന ട്രാൻസ്ഫോംഡ് ആൻഡ് ബി ഗ്ലോറിഫൈഡ്. ഉയർത്തെഴുന്നേൽക്കുക, തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ തന്നെ ഭൂമിയിൽ അക്ഷരിക ശരീരത്തിൽ ജീവിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെട്ട് തേജസ്കരണ ശരീരികളാകും. അപ്പൊ മരണമെന്ന പ്രക്രിയയിലൂടെ അവർ കടന്നു പോവുകയില്ല. ഓക്കെ, ഇനി അതുപോലെ തന്നെ മില്ലിനിയത്തിലൂടെ കിടക്കുന്ന അക്ഷരിക ശരീരികളിൽ അവസാനത്തെ സാത്താനെ അടിച്ചു വിടുമ്പോഴുണ്ടാകുന്ന ഫൈനൽ റെബല്ലിയൻ, അവസാനത്തെ മത്സരത്തിൽ സാത്താന്റെ പങ്കു ചേരാത്ത ആളുകളും മരിക്കത്തില്ല. അവരും ജീവനോടെ ഇരിക്കും. They will never experience death. അവരാണ് പുതുവാന ഭൂമിയിലെ അക്ഷരിക ശരീരവാസികൾ. പുതുവാന ഭൂമിയിൽ അക്ഷരിക ശരീരത്തിൽ വസിക്കുന്നവർ അവരായിരിക്കും. ആ സമയത്ത് ദൈവസഭ തേജസ്കരിക്കപ്പെട്ടവരായി കർത്താവിനോടുകൂടെ അവന്റെ മണവാട്ടിയായി അവന്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് പുതിയ യെരൂശലേമിൽ, സ്വർഗത്തിൽ നിറങ്ങി വരുന്ന പുതിയ യെരൂശലേമിലായിരിക്കും പാർക്കും എന്ന് നാം അറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും എന്നുള്ള ആ വാക്യം എല്ലാവരെ സംബന്ധിച്ചിടത്തോളവും ഒരേപോലെ നടപ്പാകുന്ന കാര്യമല്ല. ഓക്കെ, ഇനി ഏലിയാവും മോശയും കർത്താവ് യേശുവിന്റെ ക്രൂശുമരണത്തിന് മുൻപ് in glory vision, appeared in glory in the vision.
അപ്പോൾ മോശയ്ക്കും ഏലിയാവിനും മറുരൂപമലയിൽ തേജസ്കരണ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടാൻ കഴിയുകയില്ല. കാരണം തേജസ്കരണം എന്ന് പറയുന്നത് ഫൈനാലിറ്റി, അവസാനത്തെ സ്റ്റേജാണ്, വീണ്ടെടുപ്പിന്റെ അവസാനത്തെ സ്റ്റേജാണ്. ദ ഫൈനൽ ഫേസ് ഓഫ് അവർ റിഡംപ്ഷൻ. എബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ച ദൈവദാസന്മാരെ കുറിച്ചാണ് രേഖപ്പെടുന്നത്. അവരെ കുറിച്ചാണ് പറയുന്നത്, നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന്. അപ്പം മറുരൂപമലയിൽ അവർ പ്രത്യക്ഷപ്പെട്ടത് തേജസ്കരണ ശരീരത്തിലല്ല. ശിഷ്യന്മാർക്ക് ദർശനമുണ്ടായതാണ്. ദർശനമാണ് അവർ കാണുന്നത്. ദർശനത്തിലാണ് അവരെന്ത് ചെയ്യുന്നത്? പ്രത്യക്ഷപ്പെടുന്നത്. ഇനി മോശയും ഏലിയാവും കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിന് മുൻപ് മറുരൂപമലയിൽ പ്രത്യക്ഷപ്പെട്ടത് കൊണ്ട് കർത്താവായ യേശുക്രിസ്തു സഹസ്രാബ്ദം സാമ്രാജ്യം സ്ഥാപിക്കുന്നതിന് മുൻപ് അതിനെ അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഇവർ രണ്ടുപേരും പ്രത്യക്ഷപ്പെടണം, അതിനു മുൻപ് എന്നെന്ത് ചെയ്യുന്നു? ഇവർ അവകാശപ്പെടുന്നു. ഇതൊരു വെറും അസംഷൻ മാത്രമാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇവർ ദർശനത്തിലാണ് അവർക്ക് പ്രത്യക്ഷപ്പെട്ടത്, ലിറ്ററലി അല്ല എന്നുള്ള വസ്തുത നാം ഓർത്തിരിക്കണം. അപ്പോൾ ഇറ്റ് ഈസ് ഇംപോസിബിൾ ഫോർ ദം. It is impossible for them to appear physically before the establishment of the kingdom. കിങ്ഡത്തിന് മുൻപേ അവർക്ക് അക്ഷരികമായി വരിക അസാധ്യമാണ്. കാരണം മരിച്ചവർക്ക് അവരുടെ ശരീരം മൺമറഞ്ഞു പോയതിനു ശേഷം, അഥവാ സ്വർഗത്തിലേക്ക് പോയവർക്ക് പിന്നെ അനേകം നാളുകൾക്ക് ശേഷം മടങ്ങി വരാനുള്ള ചരിത്രം വേദപുസ്തകത്തിൽ ഇല്ലാത്തത്. ഇതുകൊണ്ട് ഇത് ആരല്ല? ഏലിയാവും മോശയും അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. ഏലിയാവും മോശയും അല്ല. അടുത്ത കാര്യം ഗ്രൂപ്പെ കുറിച്ച് പറയുന്നത്, ഇത് ലിറ്ററലായി രണ്ടാളുകളാകും എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് എലിയാവും ഈനോക്കുമായിരിക്കും, ഹാനോക്കുമായിരിക്കും. According to the early rabbinic opinion, ആ ആരംഭത്തിലെ റാബായിമാരുടെ അഭിപ്രായം അനുസരിച്ച് ഏലിയാവിനോട് കൂടെ, ഈനോക്കിന്റെ പുസ്തകത്തിൽ വായിക്കാൻ കഴിയും, ഏലിയാവിനോട് കൂടെ ഹാനോക്കും സാക്ഷികളാകും എന്ന് ഹാനോക്കിന്റെ പുസ്തകത്തിൽ ഉണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതൊരു കാരണമാണ് അവർ പറയുന്നത്, ഏലിയാവും ഹാനോക്കുമാണെന്ന് പറയാനുള്ള കാരണം. രണ്ടാമത്തെ കാരണം പറയുന്നത്, the reason for saying this, there will be an Enoch and neither ഈനോക്കും ഹാനോക്കും എലിയാവും മരണം കണ്ടില്ല. അതുകൊണ്ട് അവര് സ്വർഗത്തിലേക്ക് മരണം കൂടാതെ എടുക്കപ്പെട്ടതാണ്. അതുകൊണ്ട് അവർ മടങ്ങി വന്ന് എന്ത് ചെയ്യണം? രണ്ടുപേരും മരിക്കണം. ഞാൻ മുമ്പേ വായിച്ച വാക്യം തന്നെ ആധാരമായി എടുക്കുകയാണ്, ഒരിക്കൽ മരണവും എന്നുള്ളത്. അപ്പൊ ഇവർ രണ്ടുപേരും സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതാണ്, തേജസ്കരിക്കപ്പെട്ടവരല്ല. കാരണം മരിച്ചവരിൽ നിന്ന് തേജസ്കരണ ശരീരവും ലഭിച്ച ആദ്യത്തെ വ്യക്തി ക്രിസ്തുവാണ്. ആദ്യ ഫലം ക്രിസ്തുവാണ്. അതിനു മുൻപ് ഒരാൾ തേജസ്കരിക്കപ്പെട്ടിട്ടില്ല. മരണത്തോടെ ആയാലും മരണമില്ലാതെ ആയാലും. അപ്പോൾ ഈ കർത്താവാണ് മരിച്ചവരിൽ നിന്ന് ആദ്യജാതൻ. അപ്പോൾ ഏലിയാവും ഹാനോക്കും തേജസ്കരണം പ്രാപിച്ചിട്ടില്ല. അവർ സ്വർഗത്തിലേക്ക് പോയി എങ്കിൽ സ്വർഗം ഭൗതിക അവസ്ഥയുള്ള സ്ഥലമല്ല, സ്വർഗം ആത്മീകമാണ്. അവിടെ ആക്ഷരിക വസ്തുക്കൾക്ക് പ്രവേശനമില്ല. സ്വർഗരാജ്യം ഭക്ഷണവും പാനീയവുമല്ല എന്ന് പൗലോസ് പറയുന്നു. സ്വർഗത്തിൽ ആത്മീക സ്ഥലമാണ്.
അവിടെ ആക്ഷരിക സ്ഥൂല ശരീരമുള്ളവർക്ക് പാർക്കുവാൻ കഴിയുകയില്ല. അപ്പൊ ഏലിയാവും ഹാനോക്കും ശരീരത്തോടെ സ്വർഗത്തിൽ പോയിട്ടില്ല. ഭവം വസിക്കുന്ന ശരീരം നൂറ്റാണ്ടുകൾ നിലനിൽക്കുകയില്ല. അവരെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നൊക്കെ പറയേണ്ടി വരും. അപ്പോൾ ഇവിടെ പറയുന്ന വസ്തുതയും യാഥാർത്ഥ്യത്തിന് ശരിയായ തെളിവല്ല അവർ മടങ്ങി വന്ന് മരിക്കണമെന്ന്. അതൊക്കെ ഈ ഒരു ഒപ്പീനിയൻ മാത്രമാണ് ഹാനോക്കിന്റെ പുസ്തകത്തിലുള്ളത്. അപ്പോൾ രണ്ടാമത്തെ ഇതിനകത്ത് പറയുന്നതാണ് ഹോൾ ജനറേഷൻ ഓഫ് ബിലീവേഴ്സ് വിൽ ബി raptured at the coming of Christ without seeing death. മരണം കൂടാതെ ഒരു വലിയ കൂട്ടം വിശുദ്ധന്മാർ ഇവിടുന്ന് മാറ്റപ്പെടും. അതുകൊണ്ട് ഏലിയാവും ഹാനോക്കും എന്ന് മരിക്കണമെന്നുള്ള ഉപദേശവും സ്ഥാപിക്കുവാൻ കഴിയുകയില്ല. എബ്രായലേഖനം 9:27 is not an absolute. അങ്ങനെ വന്നാൽ എല്ലാ വിശ്വാസികളും മരിച്ചിട്ടേ തേജസ്കരിക്കപ്പെടുവാൻ കഴിയും. പൗലോസിന്റെ ലേഖനത്തിൽ അങ്ങനെയല്ല പറയും. അപ്പൊ മരണം കൂടാതെ നാം തേജസ്കരിക്കപ്പെടും. അതുകൊണ്ട് അവര് അല്ല എന്ന് പറയും. മൂന്നാമത്തെ ഗ്രൂപ്പാ പറയുന്നത് യോശുവയും സെരുബാബേലും ആണോ എന്ന്. അവരെ കുറിച്ച് പറയുമ്പോൾ ഡിസ്ക്രൈബ് 2 olive trees and 2 olive stand. 2 ഒലിവ് വൃക്ഷങ്ങളും 2 നിലവിളക്കുകളും എന്ന് പറയുന്നു. യോശുവ the high priest and Zerubbabel the governor, leader of Israel at the time of Zechariah. ഈ 2 സാക്ഷികളും as lampstand or witness for God were empowered by olive oil representing the power of the Holy Spirit. ഈ 2 വ്യക്തികളെയും ദൈവത്തിന്റെ ആത്മാവ് ശക്തീകരിക്കുന്ന 2 സാക്ഷികളാണ്. അതിനാണ് അവിടെ എഴുതിയിരിക്കുന്ന ഒലിവ് ഓയിൽ. അതുപോലെ തന്നെ ഈ 2 പേരാണ് ഇസ്രായേലിന്റെ ഡാർക്ക് അവേഴ്സ് ഓഫ് ട്രിബുലേഷൻ, മഹോദ്രവത്തിലെ ഇസ്രായേലിന്റെ ഇരുണ്ട സമയങ്ങൾ. ഈ 2 ദൈവദാസന്മാരെ ശുശ്രൂഷിച്ച എങ്ങനെയാണ്? ഇസ്രായേൽ ഇരുണ്ട കാലഘട്ടം, പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരുന്നവരുടെ ഇടയിൽ. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഡാർക്കൻ ടൈം എന്ന് പറഞ്ഞാൽ ഇവരും എന്ത് ചെയ്യും? ശുശ്രൂഷിക്കുമെന്ന് അവകാശപ്പെടുന്നു. അപ്പൊ 2 പേരെയും നിലവിളക്കുകളെന്നും ലാംപ് സ്റ്റാൻഡുകളെന്നും വിളിച്ചിരിക്കുന്നുണ്ട്. ഇവർ 2 പേരുമായിരിക്കും വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിലെ 2 സാക്ഷികളെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. അതിനും വേദപുസ്തക സാധുതയില്ല. മരിച്ചവരുടെ പുനരവതാരം ദൈവവചനത്തിലില്ല. മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ ചരിത്രമുണ്ട്. എന്നാൽ അവരുടെ ശരീരം ലയിച്ച് മൺമറഞ്ഞതിന് ശേഷമാണ്. അത് ആ ദിവസങ്ങളോടടുത്ത് അവരെന്ത് ചെയ്തിട്ടുണ്ടോ? ശരീരത്തിൽ ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടുണ്ട് എന്നുള്ള വസ്തുത നാം മറന്നുപോകും. ആത്മാക്കളുടെ പുനരവതാരം എന്ന് പറയുന്നത് കാവ്യമതങ്ങളുടെ ഉപദേശമാണ്. അത് തുടർന്നുള്ള കാര്യങ്ങൾ അല്പസമയം മുൻപോട്ട് പോകുമ്പോൾ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. ഈ 2 പേരും ഭാവി കാലത്ത് ദൈവം നിയോഗിക്കുന്ന 2 ആക്ഷരിക സാക്ഷികളായിരിക്കും. അവർ ഏലിയാവും മോശയും ആയിരിക്കില്ല, ഹാനോക്കും ഏലിയാവും ആയിരിക്കത്തില്ല, ജോഷുവയും സെറുബാബേലും ആയിരിക്കില്ല. അവർ ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന 2 വ്യക്തികളാണ്. ദൈവം അവരെ ശക്തീകരിക്കുകയാണ്. അതാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. The identity of the 2 witnesses are these. ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന 2 വ്യക്തികളായിരിക്കും എന്ന് നാം മറന്നു പോകരുത്. അപ്പം ഡ്യൂറിങ് ദി ഇന്റർടെസ്റ്റമെന്റൽ പീരീഡ്, അപ്പം മലാക്കി പ്രവചനത്തിനും യോഹന്നാൻ സുവിശേഷം അറിയിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്ന കാലഘട്ടത്തിന് ഇടയുള്ള കാലഘട്ടത്തിലാണ് യവന സംസ്കാരം യഹൂദന്മാരുടെ ഇടയിലേക്ക് കടന്നു. ആ സമയത്താണ് പഴയ നിയമത്തെ ഗ്രീക്കിലേക്ക് പരിവർത്തനം ചെയ്യുകയും
ഒരർത്ഥത്തിൽ പഴയ നിയമത്തിന്റെ ആലങ്കാരിക വ്യാഖ്യാനം ആരംഭിക്കുകയും ചെയ്തത്. യവന സംസ്കാരത്തോടും യവന ചിന്തകളോടും പൊരുത്തപ്പെട്ടു പോകേണ്ടതിന് പഴയ നിയമത്തെ അവർ എന്ത് ചെയ്തു? ആലങ്കാരികമായി വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചു. ഇന്നും അങ്ങനെ തന്നെയാണ്. ഇന്നത്തെ സംസ്കാരത്തോട് പൊരുത്തപ്പെട്ടു പോകേണ്ടതിന് പൊളിറ്റിക്കലി കറക്റ്റായ രീതിയിൽ ദൈവവചനത്തെ വ്യാഖ്യാനിക്കുന്ന ഒരു പ്രവണതയും നമ്മുടെ ഇടയിൽ. വാക്കുകൾ പൊളിറ്റിക്കലി കറക്റ്റ് ആയിരിക്കണം, പ്രയോഗങ്ങൾ പൊളിറ്റിക്കലി കറക്റ്റ് ആയിരിക്കണം. അപ്പൊ ദൈവവചനത്തിന്റെ ഉപദേശത്തെ അതേപോലെ ഉൾക്കൊണ്ട് വ്യാഖ്യാനിക്കുന്നില്ല എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അപ്പോൾ ഈ കാലഘട്ടത്തിലാണ് യവനന്മാരുടെ ഇടയിൽ നിന്ന് കടന്നു വന്ന ഉപദേശമാണ് മരിച്ചവർ പിന്നെയും ജനിക്കും എന്ന ഉപദേശം. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു ചോദിച്ചു, നിങ്ങൾ എന്നെ കുറിച്ച് ആളുകൾ എന്ത് പറഞ്ഞു? അവർ പറഞ്ഞു, നിന്നെ കുറിച്ച് പറയുന്നത് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ആണെന്ന് പറഞ്ഞു, മറ്റു പ്രവാചകനാണെന്ന് പറഞ്ഞു, മോശയാണെന്ന് പറഞ്ഞു, അങ്ങനെ പല കാര്യങ്ങളെ കുറിച്ചും. ഇത് വേദപുസ്തകത്തിലൊന്നുമില്ല. അപ്പോൾ അവരെന്ത് ചെയ്ത? അപ്പം ഏലിയാവ് വരും എന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞത് യോഹന്നാൻ സ്നാപകനെ കുറിച്ചാണ് നാം വ്യക്തമാക്കിയിട്ടു. അപ്പൊ യോഹന്നാൻ സ്നാപകൻ ഏലിയാവിന്റെ പുനരവതാരമായിരുന്നില്ല. യോഹന്നാൻ സ്നാപകൻ ഏലിയാവ് പ്രത്യക്ഷപ്പെട്ടതായിരുന്നില്ല. യോഹന്നാൻ സ്നാപകൻ ഏലിയാവിന്റെയും സക്രിയയുടെയും പൈതലായി. ഒരു സാധാരണ മനുഷ്യൻ ഭൂമിയിൽ ജനിക്കുമ്പോൾ ജനിച്ചതാണ് യോഹന്നാൻ സ്നാപകൻ. അവൻ അപ്പനും അമ്മയുമുണ്ട്, സക്രിയാവും എലിസബത്തും. ഏലിയാവാണ് യോഹന്നാൻ എന്ന് പറഞ്ഞതിന്റെ കാരണം ദൈവത്തിന്റെ ആത്മാവ് യോഹന്നാനിൽ വസിച്ചുകൊണ്ട് അവൻ ചെയ്ത ശുശ്രൂഷയുടെ ശുശ്രൂഷയെ കൊണ്ടാണ്. യോഹന്നാൻ സ്നാപകൻ അത്ഭുതങ്ങളൊന്നും ചെയ്തില്ല. എന്നാൽ അവനിൽ വസിച്ചിരുന്ന ആത്മാവൻ, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 1:16-17 വാക്യം ഞാൻ വായിച്ചു. അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവ കർത്താവിലേക്ക് തിരിച്ചു വരുത്തും. അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരുടെ നീതിമാന്മാരുടെ ബോധത്തിലേക്ക് തിരിച്ച് ഒരുക്കമുള്ള ജനത്തെ അവർക്ക് വേണ്ടി ഒരുക്കുവാൻ അവന് മുൻപ് ഏലിയാവിന്റെ ആത്മാവോട് ശക്തിയോടും കൂടെ. അപ്പൊ ഏലിയാവിന്റെ ആത്മാവോടുകൂടെ വന്നതുകൊണ്ട് അവനെ അങ്ങനെ വിളിച്ചു. ഏലിയാവിൽ ആവസിച്ച ആത്മാവ് ദൈവത്തിന്റെ ആത്മാവിനെ പരിചയപ്പെടുത്തുന്ന സമയത്ത് ജ്ഞാനത്തിന്റെ ആത്മാവ്, പരിജ്ഞാനത്തിന്റെ ആത്മാവ്, യഹോഭക്തിയുടെ ആത്മാവ്, വിവേകത്തിന്റെ ആത്മാവ്, എങ്ങനെ വിവിധ തരത്തിൽ അവനെ വെളിപ്പെടുത്തുന്നു. ഓരോ മനുഷ്യനിലും ആ ദൈവത്തിന്റെ ആത്മാവിന്റെ എംപവർമെന്റ്. പൗലോസ് പറയുന്നത് വിശ്വാസം പങ്കിട്ടതുപോലെ ഒരുവൻ പ്രവാചകനാണെങ്കിൽ മറ്റൊരുവൻ അപ്പോസ്തലനായിരിക്കും, ഒരുവൻ സുവിശേഷകനായിരിക്കുമെങ്കിൽ മറ്റൊരാൾ അധ്യാപകനായിരിക്കും. അവർ വ്യാപരിക്കുന്ന ആത്മാവ് അഥവാ ആത്മാവിന്റെ ഗുണങ്ങൾ അവർ ചെയ്യേണ്ട ശുശ്രൂഷയ്ക്കനുസരിച്ചാണ് ദൈവം നൽകുന്നത്. അപ്പോസ്തോലിക ശുശ്രൂഷ ചെയ്യുന്നവന് പ്രവചന പ്രകാരന്റെ ആത്മാവിന് നൽകുകയും പറഞ്ഞ പോലെ ഏലിയാവിന്റെ ആത്മാവോട് യോഹന്നാൻ സ്നാപകൻ ശുശ്രൂഷിച്ചത് കൊണ്ടാണ് അവനെ ഏലിയാവെന്ന് പറഞ്ഞു. ധൈര്യത്തോട് അവൻ കൺഫ്രണ്ട് ചെയ്തു അന്നത്തെ ഈവിൾ സൊസൈറ്റിയെ. ലൈക്ക് ഏലിയാവിനെ ആഹാബിന്റെ മുമ്പിൽ ചെന്നു എന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞല്ല. യോഹന്നാൻ സ്നാപകൻ ഹെരോദാവിനോട് സംസാരിച്ചു വിത്തൗട്ട് കോംപ്രമൈസ്. അതാണ് അവനെ വേർതിരിച്ചു നിർത്തുന്നത്. അവനെ കുറിച്ച് കർത്താവ് സ്ത്രീകളിൽ നിന്ന് ജനിച്ചത്, യോഹന്നാനേക്കാൾ വലിയവനില്ല എന്ന് പറഞ്ഞു. It's a classic exaltation of John the Baptist. യോഹന്നാനെ കർത്താവ് യേശുക്രിസ്തു അഭിനന്ദിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് ആ വസ്തുത നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്. അല്ലാതെ അത്
ആരല്ല? ഏലിയാവിന്റെ പുനരവതാരമോ പ്രത്യക്ഷതയോ പുനർജനനമോ ഒന്നുമല്ല. ഇതൊക്കെ കാവ്യമതങ്ങളുടെ ഉപദേശമാണെന്ന് മനസ്സിലാക്കി. അപ്പൊ പുനരവതരിക്കും എന്ന് നാം ആരെയും പഠിപ്പിക്കരുത്. അത് ജാതികളുടെ ഉപദേശമാണ്. ആത്മാക്കൾ, ദാവീദ് പറയുന്നുണ്ട്, തന്റെ പൈതൽ മരിച്ചു കഴിഞ്ഞപ്പോൾ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്, താൻ അവന്റെ അടുത്തേക്ക് പോവുകയല്ലാതെ അവൻ ഇങ്ങോട്ട് മടങ്ങി വരാൻ കഴിയുകയില്ല. യോബും തന്നെ പറയുന്നുണ്ട്, പൊടിയിലേക്ക് വന്നവൻ മടങ്ങി വരും. അപ്പോൾ ദാവീദ് പറഞ്ഞ പോലെ അതാണ് സത്യം. won't come back with their own physical body. അവർ മറ്റൊരു അമ്മയുടെയോ ഉദരത്തിൽ ഉരുവാകുകയില്ല. ജാതികളുടെ ഉപദേശങ്ങളാണ്. അക്കാലത്ത് ജീവിച്ചിരിക്കുന്ന 2 ദൈവദാസന്മാർ, അവരെ ദൈവം ശക്തീകരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യേണ്ടത് അവരെ ദൈവം ശക്തീകരിച്ച് അയക്കും, നിയോഗിക്കും. അവർ ആ പ്രവർത്തികൾ ചെയ്യും. ഭാവി കാലത്ത് ഉണ്ടാകേണ്ട 2 സാക്ഷികളാണ്. അത് ദൈവത്തിന്റെ ആത്മാവ് നിയോഗിച്ചു. ഇന്നും ദൈവം നിയോഗിച്ച അയക്കുന്ന ആളുകൾ അവൻ നിയോഗിച്ച ശുശ്രൂഷകൾ ചെയ്യും എന്ന് പറഞ്ഞ പോലെ മുൻപോട്ട് പോകാം. അടുത്തത് അവർ എന്ത് പ്രവചിക്കും. The ministry will be like the ministry of John the Apostle. യോഹന്നാൻ 10 ഇതിന്റെ വെളിപ്പാട് 10:11 പറയും, അവനും പ്രവചിക്കും എന്ന് പറയും യോഹന്നാൻ. അതുപോലെ അവരും പ്രവചിക്കുക. ഇവരുടെ പ്രവചനം ഹാവ് എ ഗ്ലോബൽ എക്സ്റ്റെൻഡ്, ലോകം മുഴുവൻ വ്യാപിക്കത്തക്കമാണ്. അവർ പ്രവചിക്കുക മാത്രമല്ല, അതോടൊപ്പം തന്നെ they will torment people, പീഡിപ്പിക്കുകയും ചെയ്യും, ദണ്ഡിപ്പിക്കുകയും ചെയ്യും ഭൂമിയിൽ പാർക്കുന്നവർ. They prophesy and they torture the people who are on the face of the earth. ഭൂമുഖത്ത് വസിക്കുന്നവരെ അവരെധികം ഉപദ്രവിക്കുകയും ചെയ്യും. അതാണ് അവരുടെ മിനിസ്ട്രി. അവരുടെ ശുശ്രൂഷ കാലഘട്ടം 42 മാസമാണ്. അപ്പം I know they might be the first half of the final week of the 70 weeks of Daniel. ദാനിയേൽ പ്രവചനത്തിൽ പറയുന്ന 70 ആഴ്ചവട്ടം തീരുമാനിച്ചിരിക്കുകയാണ്. 69 ആഴ്ചവട്ടം കഴിഞ്ഞു, 70 ആഴ്ചവട്ടം ആരംഭിച്ചിട്ടില്ല. സംഖ്യാഗണത്തിൽ 69, 70. ഇവിടെ അങ്ങനെ ഗണിക്കുകയല്ല. 7 പിന്നെ 62, 1 മുതൽ 62 പിന്നെ 1, അങ്ങനെയാണ്. 7, 62, 1 എന്ന ശ്രേണിയിലാണ് എന്നെ വിഭജിച്ചിരിക്കുന്നത്. 7 കഴിഞ്ഞിട്ട് 8 നല്ല തുടങ്ങുന്നത്. ആദ്യത്തെ ഡിവിഷൻ കഴിയുമ്പോൾ പിന്നെ 1 തുടങ്ങുന്നത്. അതുകൊണ്ടാണ് 7, 69, 1. സംഖ്യാക്രമത്തിൽ 69 കഴിഞ്ഞാൽ 70 അല്ലയോ എന്ന് അറിഞ്ഞിട്ട് 69 ആഴ്ചവട്ടം കഴിഞ്ഞപ്പോൾ അടുത്ത ആഴ്ചവട്ടം തുടങ്ങി എന്ന് സമർത്ഥിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയല്ല. ആദ്യത്തെ ശ്രേണി അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 7, അത് കഴിഞ്ഞിട്ട് 1 അങ്ങനെയാണ് 62 വരുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? 8 എന്ന് തുടങ്ങണമായിരുന്നു. അങ്ങനെ തുടങ്ങിയിട്ടില്ല. അങ്ങനെ വരുവാണെങ്കിൽ 69 വന്നേ. അവിടെയല്ല ഡിവിഷൻ കൊടുത്തിരിക്കുന്നത്. 7, 62, 1 എന്ന അർത്ഥം എന്ന പ്രയോഗമാണ്. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ ഇഷ്ടം പോലെ നാം അതിനെ എന്ത് ചെയ്യും? വ്യാഖ്യാനിക്കാൻ ഇടയായി തീരും. അപ്പൊ അവരുടെ ഫസ്റ്റ് ഹാഫാണ്. മനസ്സിലായോ? അവര് സൂക്ഷിക്കുന്ന കാലഘട്ടം. അപ്പം the beast who destroyed at the close of the first week, not the witness. അവസാനത്തിന്റെ കാലഘട്ടത്തിൽ ആണ് ഈ മൃഗത്തെ നശിപ്പിക്കുന്നത്, സാക്ഷികളെ അല്ല. അതുകൊണ്ട് ഇത് സെക്കൻഡ് ഹാഫിലാണ് നടക്കുന്നതെന്ന് സമർത്ഥിക്കാൻ കഴിയില്ല. ഇത് the overthrow of Jewish power first. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആദ്യം ഈ 2 സാക്ഷികളെ കൊല്ലും, ദേവാലയത്തെ അശുദ്ധമാക്കും. അത് കഴിഞ്ഞിട്ടാണ് തുടർന്നുള്ള പീഡനങ്ങൾ ആരംഭിക്കുന്നത്. അവൻ എന്ത് ചെയ്യും? ദേവാലയത്തെ അശുദ്ധമാക്കി ദേവാലയത്തിൽ ദൈവമെന്ന് നടിച്ചുകൊണ്ടിരിക്കും. തെസ്സലോനിക്ക ലേഖനത്തിൽ അങ്ങനെയാവും. 2 തെസ്സലോനിക്ക 2:4.
അപ്പൊ ഇത് ആദ്യം എന്ത് ചെയ്യണം? ഇവരെ കൊല്ലുന്നു, അവരുടെ ദേവാലയത്തിരിക്കുന്നു, അവരുടെ പ്രവൃത്തികൾ ഒക്കെ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അവനും എന്ത് ചെയ്യണം? 3.5 years റൂൾ എന്ന് എഴുതി. എന്തിനാണ് ഈ 2 യഹൂദ സാക്ഷികൾ? അതിനൊരു കാരണമെന്ന് പറയുന്നു. എതിർക്രിസ്തു തന്റെ അക്രമം അഴിച്ചുവിടുന്നതിന് മുൻപ് യഹൂദന്മാർക്കെതിരെ തന്റെ അക്രമം അഴിച്ചുവിടുന്നതിന് മുൻപ് ഇസ്രായേൽ ഒരു വലിയ കൂട്ടം യഹൂദന്മാർ പാർക്കും. ആദ്യത്തെ കാലഘട്ടത്തിൽ പൊതുവെ സമാധാനപരമായിരിക്കും ലോകരാഷ്ട്രങ്ങളിൽ ചിതറിപ്പോയിരിക്കുന്ന പല യഹൂദന്മാരും സ്വദേശത്തേക്ക് മടങ്ങി വരും. ഇപ്പോൾ 100 കണക്കിന് യഹൂദന്മാർ യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും ഒക്കെ താമസിക്കുന്നുണ്ട്. എന്റെ അറിവിൽ ഇസ്രായേലിൽ താമസിക്കുന്ന യഹൂദന്മാരെക്കാൾ കൂടുതൽ ആളുകൾ അമേരിക്കൻ ഐക്യനാടുകളിൽ പാർക്കുന്നുണ്ടെന്നാണ്. ഒരു അനേക ആളുകൾ വരും. ആ സമയത്താണ് 2 സാക്ഷികളെ അയക്കുന്നത്. സോ എതിർക്രിസ്തു പീഡനങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് ഈ ജനത്തിന് മാനസാന്തരപ്പെടുവാനുള്ള അവസരം ലഭിക്കും. പഴയ നിയമകാലത്ത് യിരെമ്യാ പ്രവാചകനെയൊക്കെ അയച്ചത് അവരെ പ്രവാസത്തിൽ അയക്കുന്നതിന് മുൻപ് യിരെമ്യാവിന്റെ സമകാലികരായ പ്രവാചകന്മാരും യെശയ്യാ പ്രവാചകനും ഒക്കെ പ്രവചിച്ചു, ജനത്തെ ഉദ്ബോധിപ്പിച്ചു, മടങ്ങി വരുവാൻ പ്രബോധിപ്പിച്ചു. അവർ തമാശയായി കണ്ടു, അതുകൊണ്ട് പ്രവാസത്തിലേക്ക് പോയി എന്ന് പറഞ്ഞ പോലെ ഈ ജനങ്ങൾ അവിടെ ഉള്ളപ്പോൾ അവരെ ദൈവത്തിങ്കിലേക്ക് തിരിയാൻ വേണ്ടി ഈ സാക്ഷികൾ അവരെ ഉദ്ബോധിപ്പിച്ചു. അത് കഴിയുമ്പോൾ, ഇവരെ കൊന്നു കഴിയുമ്പോൾ പീഡനം കഠിനമാകും. ആ സമയത്ത് ജനങ്ങൾ ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓടിപ്പോകുവാനും ഇടയാണ്. അപ്പോൾ ഇവരുടെ ശുശ്രൂഷ നടക്കുന്നത് ആദ്യത്തെ ഹാഫിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രണ്ടാമത്തെ ഹാഫിൽ ജൂയിഷ് പോപ്പുലേഷൻ വിൽ ഫ്ലീ. വെളിപ്പാട് ദിവസം 12-ാം അധ്യായം വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. സ്ത്രീയും സ്ത്രീയുടെ സന്തതിയുടെ ശേഷിപ്പും സ്ത്രീയുടെ സന്തതിയും there will be a split in the population, Jewish population, at least 3 or 4. 3 ഗ്രൂപ്പുകളായി ഇസ്രായേലിലെ ജനത്തെ വിഭജിക്കപ്പെടും. എന്നാൽ ആരംഭത്തിൽ അങ്ങനെ അല്ല. അതുകൊണ്ട് അവർ ആദ്യത്തെ ഹാഫിലായിരിക്കും. ഓക്കെ, അപ്പൊ ഈ രണ്ടാമത്തെ ഹാഫിലാണ് എതിർക്രിസ്തു ഈ സാക്ഷികളെ ജയിക്കുന്നതെങ്കിൽ രണ്ടാമത്തെ ഹാഫിന്റെ സമാപനം എന്ന് പറയുന്നത് എതിർക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ശുഭകരമല്ല. എതിർക്രിസ്തു എന്ത് ചെയ്യുന്നത്? ആ ആത്മഗതനിൽ കർത്താവിനെതിരെയുള്ള യുദ്ധത്തിന് വേണ്ടി സാമഗ്രഹികൾ ഉണ്ടാക്കുന്ന ക്രമീകരണങ്ങൾ വരുത്തുന്ന കാലഘട്ടമായിരിക്കും. ആ സമയത്ത് ഈ 2 മരിച്ചവർക്ക് വേണ്ടി ഒരു പാർട്ടി നടത്താനൊന്നും തന്നെ അവസരം പൊതുവെ സമാധാനപരമായിരിക്കില്ല. എതിർക്രിസ്തുവിന്റെ രാഷ്ട്രത്തിൽ അന്തഛിദ്രങ്ങളും ഈ ബാധകളും ക്രോധകലശങ്ങളും ഒക്കെ ഒഴിക്കുന്ന സമയത്ത് ജനങ്ങളുടെ മൂഡ് ഒരു പാർട്ടി മൂടായിരിക്കില്ല. ഇവർ മരിച്ചു കഴിയുമ്പോൾ ജനം സന്തോഷിക്കുമെന്ന് എഴുതിയിട്ടു. അപ്പോൾ അങ്ങനെയല്ല അവർ, അതുകൊണ്ട് ഇവരുടെ ശുശ്രൂഷകൾ നടക്കുന്നത് മഹോദ്രവകാലത്തിന്റെ ആദ്യത്തെ പകുതിയോടുള്ള ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. ഓക്കെ, ഈ 2 സാക്ഷികളെ അവർ ജനത്തെ ധന്യപ്പിച്ചിരുന്നു, പ്രവചിച്ചു. ഈ 2 സാക്ഷികളെ കൊല്ലുമ്പോൾ എതിർക്രിസ്തുവിന് ഫെയിം ഉണ്ടാകും. കാരണം ആ 2 സാക്ഷികളെ ആർക്കും ഉപദ്രവിക്കാൻ കഴിയുമായിരുന്നില്ല. അവർ ഉപദ്രവിക്കുന്നവരെ വലിയ ബാധകളാൽ ബാധിക്കാൻ ഇവർക്ക് കഴിയുമായി. ആകാശത്തെ അടച്ചു കളയുവാൻ, തീയിറക്കുവാൻ കഴിയും. അപ്പൊ എതിർക്രിസ്തു ഇവരെ ജയിക്കുമ്പോൾ പ്രോബബിളി അതിന്റെ പ്രധാനം ഓബിയസ്ലി വ്യക്തമായും he will have more fame. അവന് വളരെ പേരുണ്ടാകും.
നശിപ്പിപ്പാൻ കഴിയാത്തതെന്ന് കരുതിയിരുന്ന രണ്ട് വ്യക്തികളെ, ഇല്ലായ്മ ചെയ്യാൻ കഴിയുകയില്ല എന്ന് പൊതുജനം ധരിച്ച രണ്ട് വ്യക്തികളെ ഈ ബീസ്റ്റ് കൊല്ലുന്നു. അപ്പോൾ അവനാണ് ഇവരെക്കാൾ വലിയവൻ. പ്രാഗ്മാറ്റിക്കൽ ചിന്തിച്ച പ്രാഗ്മാറ്റിസം നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട്. ഇവിടെ അപ്പൊ ഇവരാണ് വലിയവൻ എന്ന് മനസ്സിലാക്കും. അത് അവൻ എന്ത് ചെയ്യും? വലിയ പേരുണ്ടാക്കും. അന്നേരം ഈ സംഭവിക്കേണ്ടത് കുറഞ്ഞപക്ഷം അത് ആദ്യത്തെ ഹാഫിലായിരിക്കണം. ഇനിയും 70-ാം ആഴ്ചവട്ടത്തിന്റെ അവസാനത്തെങ്കിലാണ് ഇവരെ കൊല്ലുന്നതെങ്കിൽ ആ സമയത്ത് കർത്താവ് തന്റെ വിശുദ്ധന്മാരുമായി സഹസ്രാബ്ദ ഭരണം നടത്തേണ്ടെന്ന് ഇറങ്ങി വരുമ്പോൾ ഇവർ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യേണ്ട ആവശ്യമില്ല. ഇവർ സ്വർഗത്തിലേക്ക് കയറി പോകുന്നതായിട്ട് ദർശിക്കുന്നു. If it is a close of the 70th week, second half, ആ സമയത്താണ് കർത്താവ് ഇറങ്ങി വരുന്നത്. എതിർ ക്രിസ്തുവിനോടും അവന്റെ സൈന്യത്തോട് യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ച് എതിർ ക്രിസ്തുവിന്റെ രാജ്യത്തിന് സമാപ്തി വരുത്തിയിട്ട് സഹസ്രാബ്ദം ആരംഭിക്കുക. സഹസ്രാബ്ദം ആരംഭിക്കുവാൻ ഇറങ്ങി വരുന്ന കർത്താവ് ഇറങ്ങി വരുമ്പോൾ ഈ രണ്ട് സാക്ഷികൾ മുകളിലേക്ക് കയറി പോകേണ്ടതായ ആവശ്യമില്ല. അതുകൊണ്ട് ഈ രണ്ട് സാക്ഷികൾ 1260 ദിവസം ശുശ്രൂഷിക്കുന്നത് ആദ്യത്തെ ഹാഫിലാണ് എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇവരുടെ പ്രവർത്തനം മൂലം അനേക പ്രിയപ്പെട്ടവർ രക്ഷിക്കപ്പെടും. യഹൂദന്മാരുടെ ഇടയിൽ നിന്നും ജാതികളുടെ ഇടയിൽ നിന്നും അനേക ആളുകൾ രക്ഷിക്കപ്പെടും. അതുകൊണ്ട് ഇവരെ ഉപദ്രവിക്കുക, ഇവരെ കൊന്നുകളയും. അപ്പം അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? കൊന്നുകളയുമ്പോൾ അവന് യെരുശലേമിന്റെ മുഴുവൻ കൺട്രോള് കിട്ടും. അവൻ ഉടമ്പടി ബ്രേക്ക് ചെയ്യും. ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം വന്ന് നടിച്ചുകൊണ്ടിരിക്കും. ദൈവാലയത്തിലേക്കും അതിനെ അശുദ്ധമാക്കും. അങ്ങനെ സംഭവിക്കും. ഇതാണ് അടുത്ത ആഴ്ച അവരുടെ വസ്ത്രത്തെ കുറിച്ച് ചിന്തിക്കാം. ദി ഡ്രസ്, അതിനെക്കുറിച്ച് ചിന്തിക്കാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവവചനത്തിന്റെ പഠനം നമുക്കിടെ ജീവിതത്തിൽ നമ്മെ സമ്പന്നരാക്കും. ദൈവവിഷയത്തിൽ സമ്പന്നരാക്കും. ദൈവവിഷയത്തിൽ നാം ഓരോരുത്തരും സമ്പന്നന്മാരായിരിക്കും. വസ്തുതകളെ ഗ്രഹിച്ചിരിക്കാൻ. ദൈവത്തിന്റെ ജനം പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന ദൈവത്തിന്റെ ജനത്തിന് ദൈവം വെളിപ്പാട് പുസ്തകത്തെ നൽകിക്കൊടുത്തത് അവർക്ക് എന്താണ് ലോകത്തിൽ സംഭവിക്കാൻ പോകുന്നത്, എന്നാണ് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളിൽ ശേഷിക്കുന്നത് നിവർത്തിയാകാൻ പോകുന്നത്, എന്നാണ് ഈ ജാതികളുടെ ഭരണത്തിന് സമാപനം വരാൻ പോകുന്നത്, എന്നാണ് ഞങ്ങൾ കർത്താവിനോടുകൂടി അവന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ പോകുന്നത് എന്ന് ഒക്കെ ഒരുപക്ഷെ ആകുലപ്പെടുകയോ ചിന്തിക്കുകയോ ചെയ്തിരുന്ന ആളുകൾക്ക് ധൈര്യവും പ്രത്യാശയും നൽകുവാനാണ് ഈ വെളിപ്പാട് പുസ്തകം നൽകിയത്. ഭാവി കാലത്തെക്കുറിച്ച് അവർക്ക് അറിവുണ്ടാകേണ്ടത്. യേശുക്രിസ്തുവിന്റെ രണ്ട് ശിഷ്യന്മാർ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം MSൽ നിന്ന് നടക്കുമ്പോൾ അവർക്കും സംശയാലുക്കളായി നമ്മുടെ കൂടെ കർത്താവ് ചെന്ന് അവർക്കപ്പോൾ മനസ്സിലായി എന്ന് പറഞ്ഞ പോലെ ഈ എഴുതിയിരിക്കുന്നത് നമ്മുടെ ആത്മീയ വർധനവിനും ഭാവിയിൽ എന്ത് സംഭവിക്കും എന്ന് നാം അറിയേണ്ടതിനുമാണ്. ലോകത്തിൽ സങ്കീർണങ്ങളായ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, പ്രിയപ്പെട്ടവരെ പീഡനങ്ങൾ ഉണ്ടാകും, നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. നിങ്ങളെയും എന്നെയും വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവൻ നമ്മെ ശക്തീകരിക്കും. ഭയപ്പെട്ടു പോകരുത്. ദൈവത്തിന്റെ ദാസന തിമത്യോസ് ഭയപ്പെട്ടു പോയി, ലജ്ജിച്ചു പോയി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ ധൈര്യത്തോട് ഭാവി കാലത്തെ ഓർത്തുകൊണ്ട് അബ്രഹാമും ഇസഹാക്കും യാക്കോബും ഒക്കെ കൂടാരങ്ങളിൽ പാർത്തു. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ പട്ടണത്തെ നോക്കിക്കൊണ്ട് അവർ ധനികന്മാരായിരുന്നെങ്കിലും പരദേശികളെ പോലെ പാർത്തു. യഹോവയുടെ പ്രവാചകനായ ആ പട്ടണത്തിൽ പാർത്തു. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നമുക്കും അങ്ങനെ ജീവിക്കാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ നിർത്തുന്നു. കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കുമാറാകട്ടെ. വീണ്ടും അടുത്ത ആഴ്ച കാണാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.